Hey, what's up guys? It's me Jomi here. Welcome back to our channel. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇന്ന് വന്നിട്ട് നമ്മുടെ അടുത്ത് സെയിൽ പോസ്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. സെയിൽ പോസ്റ്റ് അല്ല, ആക്ച്വലി സെയിൽ പോസ്റ്റ് ആണ്. നമ്മളിപ്പോൾ തിരിച്ച് നമ്മുടെ ലോഫ്റ്റെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ കൂട്ടുകളിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ കുറച്ചധികം പ്രാവുകളെല്ലാം നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു കൂട്ടുകാരൻ കൂട് ഫുള്ളായിട്ട് ഒഴിവാക്കിയായിരുന്നു. മീൻസ് കാലിയാക്കിയ സമയത്ത്, മീൻസ് അവർ ജോലി ഇതൊക്കെ ആയിട്ട് കൂട് മൊത്തമായിട്ട് പ്രാവെല്ലാം കൊടുത്ത സമയത്ത് നമ്മൾ അവരിരുന്ന പ്രാവുകളെല്ലാം വാങ്ങിക്കരുത്. പാകിസ്ഥാനി പ്രാവുകളും അങ്ങനെയുള്ള നല്ല ഇനം പ്രാവുകളൊക്കെ ഉണ്ട്. പിന്നെ അല്ലാതെ തന്നെ ടൂർണമെൻറ്റ് പറഞ്ഞിട്ടുള്ള പ്രാവുകൾ അങ്ങനെയുള്ളതൊക്കെ ഒരു 2 കൂട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ കൂട്ടിലിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല പ്രാവുകളുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ ആക്ച്വലി നമ്മുടെ അടുത്ത് മെയിൽ കൂടുതലായിരുന്നു. ഇപ്പോഴും വീണ്ടും തിരിച്ച് മെയിലാണ് കൂടുതലായിട്ടുള്ളത്. നമുക്ക് വീണ്ടും കറക്റ്റ് ആക്കണം, ബാലൻസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ കുറച്ചധികം സെയിൽ പോസ്റ്റ് വന്നിട്ടുണ്ട്. സെയിൽ പോസ്റ്റിൽ വന്നിട്ട് നാടൻ പ്രാവുകളുണ്ട്, ഹോമറുണ്ട്, അതേപോലെ കുഞ്ഞന്മാരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്നുണ്ട്. സെയിൽ പോസ്റ്റിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വേറൊരു കാര്യം, നമ്മളെ കൂട്ടുകാർ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഫിലിപ്പീൻസിൽ നിന്ന് തിരിച്ച് നാട്ടിലെത്തിയില്ലേ, അപ്പോൾ വന്നിട്ട് ഇതേപോലെ സെയിൽ പോസ്റ്റ് ഡെയിലി ഒരു സെയിൽ പോസ്റ്റ് ചെയ്തിടുക എന്നുള്ളത് നമ്മുടെ ഒരുപാട് കൂട്ടുകാർ വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും, മീൻസ് ഇപ്പോൾ നിങ്ങളുടെ പെറ്റ്സ് അത് ഏതൊരു പെറ്റ്സ് ആയിക്കോട്ടെ, വന്നിട്ട് ഇപ്പോൾ എക്സോട്ടിക് പെറ്റ്സോ അല്ലാന്നുണ്ടെങ്കിൽ പ്രാവ് മാത്രമല്ല, ഇപ്പോൾ പ്രാവ് അല്ലാതെ കുണൂർ ഐറ്റംസ് ആയാലും, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലവ് ബേർഡ്സ് ആയാലും, ഏതൊരു പെറ്റ്സ് ആയാലും, ഇപ്പോൾ കുറഞ്ഞ റേറ്റ് കൊണ്ട് ഫിഷസ് ആയാൽ പോലും നിങ്ങൾക്കത് വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തരണം. പ്രോപ്പറായിട്ട് വീഡിയോ എടുത്ത് അയച്ചു തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ കണ്ണൂർ, കാസർഗോഡ്, നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്താണ്. നമ്മളിപ്പോൾ സെയിൽ പോസ്റ്റ് എടുക്കുന്നത് ഇപ്പം ആക്ച്വലി നമ്മൾ ലോഫ്റ്റ് വിസിറ്റ് പോലെ പോയി എടുത്തിട്ട് ട്രിവാൻഡ്രത്തുള്ളതാണ്. അതേ ടൈമിൽ ഇപ്പോൾ കണ്ണൂരായാലും കാസർഗോഡായാലും എവിടെയുള്ള ആളായാൽ പോലും നിങ്ങൾ പ്രോപ്പറായിട്ട് വീഡിയോ എടുത്ത് അയച്ചു തരുമെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡെയിലി വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡെയിലി ഒരു 7 o'clock ആകുമ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ ഒരു 5:30 വരെ അയച്ചു തരുന്ന വീഡിയോസ് എല്ലാം വെച്ചിട്ട് ഒരു സെയിൽ പോസ്റ്റ് പോലെ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ റൂൾസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക, എസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. ഒരു 50 കമൻറ്റ്, എസ് എന്ന് പറഞ്ഞൊരു 50 കമൻറ്റൊക്കെ വരുമെന്നുണ്ടെങ്കിൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 50 കമൻറ്റ്, ഒരു 100 ലൈക്ക്, ഈ വീഡിയോയ്ക്ക് ഒരു 100-150 ലൈക്കൊക്കെ നിങ്ങൾ തരുമെന്നുണ്ടെങ്കിൽ മാക്സിമം എത്ര തരാൻ പറ്റും അത്ര തരുന്നുള്ളൂ. സപ്പോർട്ട് ചെയ്യും മാക്സിമം. ഓക്കെ, അപ്പം മാക്സിമം എത്ര ലൈക്ക്, ഒരു 100+ ലൈക്ക്, ഒരു 100 കമൻറ്റ് എസ് എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഈ വീഡിയോയ്ക്ക് ശേഷം നെക്സ്റ്റ് വീഡിയോ തൊട്ടൊരു 2 ദിവസത്തിനകത്ത് തന്നെ നമുക്ക് ഡെയിലി ഒരു സെയിൽ പോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നത്. ഡെയിലി 7 o'clock ആകുമ്പോൾ ഒരു സെയിൽ പോസ്റ്റ് വരും. അത് നിങ്ങളുടെ പെറ്റ്സിന് നിങ്ങൾക്ക് ഈസി ആയിട്ട് സെയിൽ ചെയ്യാനുള്ള ഒരു മാർക്കറ്റിംഗ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ വാട്സാപ്പും ഗ്രൂപ്പുകളുള്ള ആൾക്കാർക്ക് സെയിൽ ചെയ്യും. നമ്മളിപ്പോൾ 7,500 സബ്സ്ക്രൈബ് ആകാൻ പോകുന്നു. അപ്പോൾ 7,500 സബ്സ്ക്രൈബ് ഉള്ള ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ അവർക്ക് പെറ്റ്സ് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ കാണും, അല്ലെങ്കിൽ പെറ്റ്സ് കൊടുക്കാനുള്ള ആൾക്കാർ കാണും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്. ഇപ്പം വില കുറഞ്ഞുള്ള സ്ഥലങ്ങൾ കാണും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള പെറ്റ്സിൻ്റെ ഇതൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എടുക്കാം. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആയിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയ്ക്ക് താഴെ ജസ്റ്റ് ഒന്ന് എസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം ലൈക്ക് കിട്ടാനുള്ള രീതിയിൽ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സെയിലിലുള്ള ബേർഡ്സിനെ ഒന്ന് കണ്ടാൽ ഇപ്പം. ഓക്കെ, നമ്മളെ കേജിലേക്ക് പോവാം. നമ്മുടെ കൂട്ടിൻ്റെ കൂടുതൽ വീഡിയോസ് എടുക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ആയില്ല. ഇപ്പോൾ ഏകദേശം കോഴിക്കോടിൻ്റെ ഒരു 3/4 ഭാഗം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനിയും കിടപ്പുണ്ട്. വന്നിട്ട് ആ സൈഡിലെ 2 കൂടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സൈഡിൽ ഒരു കൂടെ കഴിഞ്ഞിട്ടുള്ളൂ. ഈ കൂടിൻ്റെ വർക്ക് ഇനി നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ മറ്റേ എഗ് ചെയ്യേണ്ട ട്രേഡ്, ഫുഡിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇനി സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യാത്തത്. പിന്നെ നമ്മൾ ഇവിടെ ഉള്ളത് ജസ്റ്റ് ഇനി ക്ലോസ് ചെയ്തെടുക്കണം. നമ്മളെ പ്രാവിൻ്റെ ഇത് ക്ലോസ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു വീഡിയോ എടുക്കാവുന്നതാണ്. നമുക്ക് എന്തായാലും പ്രാവിനെ കാണാം സെയിലിനുള്ള. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇവർ നാടൻ പ്രാവുകളാണ്. വന്നിട്ട് 1, 2, 3, 4, പിന്നെ ഈ നിൽക്കുന്ന ഒരാൾ. ഫാൻറ്റയിലില്ല, ഫാൻറ്റയിൽ കൊടുക്കുന്നില്ല. ബാക്കി ഫാൻറ്റയിൽ ആക്ച്വലി ഒരു മെയിലാണ്. നമുക്ക് അതിനൊരു ഫീമെയിൽ എടുക്കണം. അപ്പോൾ ഇത് എന്താ പറയുക, 2 ജോഡിയാണ് കിടക്കുന്നത്. 2 ജോഡിയും ഇത് വന്നിട്ട് കുഞ്ഞനാണ്. ബാക്കിയുള്ളത്ര 1, 2, 3, 4 എണ്ണം ഉണ്ട്. ഇവർ 4 പേര് നാടനാണ്. അപ്പോൾ ഇതിന് പുറമേ നമ്മളടുത്ത് കിടക്കുന്നത് ഇത് നാടൻ. ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്ന നമ്പർ വന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. 2 ജോഡിയും പിന്നെ ഒരു കുഞ്ഞും ഉണ്ട്. ടോട്ടൽ 5 എണ്ണം ഉണ്ട്. ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നമ്മൾ റേറ്റ് കുറച്ച് തരാം. മാക്സിമം റേറ്റ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അയച്ചു തരാം. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ്. ഓക്കെ, അടുത്തത് ഹോമറാണ് ഉള്ളത്. ഹോമർ വന്നിട്ട് ഇത് മെയിലാണ്. നല്ല ക്വാളിറ്റിയുള്ള ഹോമറാണ്. ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത് 3 ഹോമറാണ് ഉള്ളത്. ഇവർ 3 പേര് മെയിലാണ്. 3 ആൾക്കാർ മെയിലാണ്. നമ്മൾ എടുത്ത് കാണിച്ചു തരാം. ഈ 3 ഹോമർ മെയില്, പിന്നെ 2 ഫീമെയിലാണ് ഉള്ളത്. അപ്പോൾ ഇവർ വന്നിട്ട് ആക്ച്വലി ഇതിൽ 2 ഫീമെയിൽ 2 മെയിലാണുള്ളത്. ഇവരുടെ കുഞ്ഞന്മാരുണ്ട്. ഈ മെയിലിൻ്റെ ഇതിലേക്കായിട്ടുള്ള കുഞ്ഞന്മാരുണ്ട്. അവരെ കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓരോരുത്തരായിട്ട് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ,
ഓക്കെ. അപ്പോൾ അത്യാവശ്യം നല്ല സൈസുള്ള ഹോമറാണ് മെയില്. ഹെഡ് പൊസിഷൻ കറക്റ്റായിട്ട് കാണാമല്ലോ, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിന് ഫീമെയില്. ഓക്കെ, അപ്പോൾ ഫീമെയിലാണ്, ഇത് ഫീമെയിലാണ്. എന്നിട്ട് ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഓക്കെ. ഓക്കെ, നല്ല ക്വാളിറ്റിയുള്ള പെയറാണ്. ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ്. ഓക്കെ. ഓക്കെ, അടുത്ത നെക്സ്റ്റ് സബ്ജ കളറിൽ പറഞ്ഞതാണ് ഹോമർ. ഹെഡിൻ്റെ പൊസിഷൻ കാണാം കറക്റ്റായിട്ട്. ഓക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ ഫീമെയിലിനെ കൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇതുമായിട്ടാണ് ഇപ്പം നമ്മൾ ജോഡി ഇട്ടിരിക്കുന്നത്. ഇതാണ് അവന് ഫീമെയിൽ. ഓക്കെ, അപ്പം ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഓക്കെ, അപ്പോൾ അടുത്ത നെക്സ്റ്റ് പറയുന്നത് മെയിലാണ്. അപ്പോൾ ഇവനാർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്ന. ഡിസ്ക്രിപ്ഷനിലും ഇതിലും മറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ടോട്ടല് 2 പെയറും ഒരു സിംഗിളുമാണ് വരുന്നത്. നിങ്ങൾക്ക് ഇതിൽ മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ മാറ്റിയെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ ആ രീതിയിൽ മാറ്റിയെടുക്കാവുന്നതാണ്. പിന്നെ ഒരുമിച്ച് എടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് തരാവുന്നതാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ്. ഓക്കെ. ഓക്കെ, അപ്പോൾ കുഞ്ഞന്മാർ കൊടുക്കാനുള്ള ഇവരൊക്കെയാണ്. ഇതിൽ 2 കുഞ്ഞന്മാർ വന്നിട്ട് നമ്മളെ പറവയുടെ കുഞ്ഞന്മാരാണ്. എന്നിട്ട് ഇതും പറവയുടെയാണ്. അവർ കൊടുക്കുന്നതല്ല. ബാക്കി 1, 2, 3, 4 ആൾക്കാർ ഹോമറിൻ്റെയാണ്. അവരാണ് കൊടുക്കുന്നത്. പറവയുടെ നമ്മളിപ്പോൾ ഇറങ്ങിയിട്ട് വെച്ചിരിക്കുകയാണ് നമുക്ക് വർത്താനൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പം ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, കുഞ്ഞന്മാരെടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല റിസൾട്ടുള്ള മെയിലിൻ്റെ കുഞ്ഞന്മാരാണ്. ആ മെയിൽ നമ്മൾ നേരത്തെ കാണിച്ചില്ല, ആ മെയിലിൻ്റെ കുഞ്ഞന്മാരാണ്. നല്ല റിസൾട്ടുള്ള ഇതിൻ്റെ പേരുള്ള കുഞ്ഞന്മാരാണ്. അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ അതേപോലെ ഇവരൊക്കെ പുതുതായിട്ട് വന്ന ആൾക്കാരാണ്. മെയിലാണ് എല്ലാവരും. എന്നിട്ട് ഇത് പാകിസ്ഥാനി ടെഡിയാണ്. അതുപോലെ നമ്മളൊരു സബ്ജ കിടപ്പുണ്ട്. പിന്നെ കത്തങ്ങി പേരുന്നു. പിന്നെ ശുദ്ധ വെള്ളം ഒരുത്തുണ്ട്. അതൊക്കെ ടോപ്പ് നിൽക്കുന്ന ഒരാളാണ്. എന്നിട്ട് മറ്റേ പൊട്ടടിച്ചിരിക്കാൻ പറ്റുന്ന ഒരാളാണ്. നല്ല റിസൾട്ടുള്ള ബേർഡ്സ്. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ പുതിയൊരു വീഡിയോ വരുന്നുണ്ട്. എന്നിട്ട് ഇതിന് പുറമെ നമ്മളെ കുറച്ച് ആൾക്കാർ ജോഡിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പുതിയതായിട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെയൊക്കെ വീഡിയോസ് വരുന്നുണ്ട് ഉടനെ തന്നെ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അതൊക്കെ നമ്മൾ പുതുതായിട്ട് എടുത്തൊരു പെയറാണ്. നല്ല റിസൾട്ടുള്ള ചിക്സ് ഇറങ്ങും എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തൊരു പെയറാണ്. ഓക്കെ. അതേപോലെ നമ്മുടെ ഒരു പെയർ എഗ് ചെയ്ത് ഇപ്പോൾ അടയിരിപ്പുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ പുതിയ വീഡിയോസ് ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. അപ്പം ഫസ്റ്റ് പറഞ്ഞ കാര്യം മറക്കേണ്ട, നമ്മുടെ സെയിൽ പോസ്റ്റ് നിങ്ങളുടെ ബേർഡ്സിനെയും മറ്റും പെറ്റ്സിനെയും മറ്റും സെയിൽ ചെയ്യാനുള്ള ഒരു സെയിൽ പോസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ യെസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ മാക്സിമം ലൈക്ക് നമ്മുടെ വീഡിയോയ്ക്ക് കിട്ടാനുള്ളത് ചാൻസ് ഉണ്ടാക്കുക. മാക്സിമം ഷെയർ ചെയ്ത് ലൈക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് 2 ദിവസത്തിനകത്ത് തൊട്ട് നമുക്ക് സെയിൽ പോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ബേർഡ്സിൻ്റെ ഒരിക്കലും ഒരു ചെറിയൊരു ഷോട്ട് കൂടെ ഒരിക്കലും കാണിച്ചു തരാം. എന്നിട്ട് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഹോമറാണ്. മെയില് എന്നിട്ട് ഫീമെയിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ട് കാണിച്ചു തരാം.
അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ അഡ്രസ്സ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വന്നിട്ട് വാട്സാപ്പ് നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. വാട്സാപ്പ് നമ്പറിൽ ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. കോൾ ചെയ്ത് മോസ്റ്റ്ലി ഫോൺ സൈലൻ്റ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ചിക്സ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചിക്സിന് വേണ്ടിയും ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീണ്ടും ഒരു പുതിയ വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ. താങ്ക് യു.